ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ വേണ്ടി മാറ്റിവെച്ച തുക കൊണ്ട് ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് മുഴുവൻ അന്നദാനം നടത്തിയിരിക്കുകയാണ് അവിടുത്തെ അർജന്റീന ഫാൻസ്. അമിതമായി ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് നാട്ടുകൂടെ ഭയങ്കര ആയിട്ടുള്ള ദൂരത്താണ് ഇപ്പോൾ നടക്കുന്നത് ഫ്ലക്സിൻ്റെ പേരിൽ. നമ്മൾ അതല്ല ഉദ്ദേശിച്ചത്. മാന്യമായി ഒരു ഫ്ലക്സ് വെക്കുക, അതിനപ്പുറത്ത് പാവങ്ങളെ അതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ഇങ്ങനൊരു സംഭവം ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ഫുട്ബോളിനെ സ്നേഹിക്കുക, അതിനപ്പുറം ഇങ്ങനത്തെ കാര്യങ്ങളോട്ട് മുന്നോട്ട് വരിക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിന് ഇതേപോലെ തന്നെ ആവുക, ഇത് മാതൃകയാക്കിയിട്ട് മുന്നോട്ട് വരിക. അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. അരുണെ, സ്ഥിരം ഈ ലോകകപ്പ് ആവേശം എന്ന് പറഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ അരുൺ സ്ഥിരമായിട്ട് നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഫ്ലെക്സ് യുദ്ധങ്ങളെ കുറിച്ചും ആരാധകർ അവർ തമ്മിലുള്ള ഒരു മത്സരബുദ്ധിയും ആ പോരിനെ കുറിച്ചൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യം പറയാൻ സാധിക്കുന്നത് ഇന്നായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം പോലും അരുൺ പറഞ്ഞത് ഈ ഫ്ലെക്സ് യുദ്ധത്തെ കുറിച്ചാണ്, അതിൻ്റെതായിട്ടുള്ള അപ്പുറത്തെ വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് അതല്ല. കുറേ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിൽ അതെങ്കിലും ചെയ്യാൻ മുന്നിലേക്ക് വരുന്ന കുറേ നല്ല മനുഷ്യരെ കുറിച്ചാണ്. അങ്ങനെ ഒരു മാതൃകാ പ്രവർത്തനം മലപ്പുറത്തെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. പൂജ, നമുക്ക് സത്യം പറഞ്ഞ മലപ്പുറം ശൈലിയിൽ പറയുകയാണെങ്കിൽ നല്ല ഹരമാണ്. ഇപ്പോഴത്തെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വരും. ഞങ്ങൾ ഇവിടെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ 5 മിനിറ്റോടെ തന്നെ വരും. ഞങ്ങൾ അതിനേക്കാൾ 10 അടി നീളത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കവലയൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല രസമായിട്ട് ദിവസങ്ങൾ എന്തായാലും മുന്നോട്ട്. അങ്ങനെ വർണ്ണാഭമായ കളർഫുള്ളായുള്ള കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസം കാണുന്നത്. ഇനി എന്താണ് കാണുന്നത് എന്നുള്ളത്, കാരണം ഈ വേൾഡ് കപ്പ് കഴിയുന്ന ഒരു അത്തരത്തിൽ വെറൈറ്റി പിടിക്കാൻ തയ്യാറായി വാശിയേറിയ ഒരു പോരാട്ടം നടക്കുക. അതാണ് നമ്മുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് അത്തരത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു അധ്യായം കൂടി നമ്മുടെ മുന്നിലേക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു വളരെ സംതൃപ്തി കിട്ടിയ ഒരു കാഴ്ചയാണ് ഈ വണ്ടൂർ കാപ്പിച്ചാൽ എന്ന് പറയുന്ന അവിടുത്തെ അർജന്റീന ആരാധകർ ചെയ്തൊരു കാര്യം. കാരണം വലിയ തുക സമാഹരിക്കണം ഈ ഫ്ലക്സിനൊക്കെ വേണ്ടിയിട്ട്. അവർ അതുകൊണ്ട് ലക്ഷ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഗാന്ധി ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ വയോജന അന്തേവാസികൾക്ക്, വൃദ്ധസ്ഥാനത്തിലെ അന്തേവാസികൾക്കൊപ്പം അവർ അല്പസമയം ഇരുന്നു. അവർക്ക് വേണ്ടി ആഹാരത്തിനുമൊക്കെയായി ആ പണം മാറ്റി വെച്ചുകൊണ്ടാണ് അവർ ഒരു മാതൃക കാണിച്ചതെന്നൊക്കെ പറയാം. ഇനിയും ഇതുപോലെയുള്ള മാതൃകകൾ തന്നെയാണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പോൾ അവർക്കും നല്ലൊരു അനുഭവമായി. കാരണം ലോകകപ്പിൻ്റെ ആവേശം ആ ഗാന്ധി ഗ്രാമത്തിലുള്ളവരും കൂടെ ഏറ്റെടുക്കുകയാണല്ലോ. അത് വളരെ മനോഹരമായുള്ള ഒരു കാഴ്ച. അർജന്റീന ഫാൻസിൻ്റെ കൂടെ അവരും സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നും കൂടിയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരും നമ്മുടെ അർജന്റീന ഫാൻസ്. ശരിയാണ് അരുൺ. ഇതേ സമയം നമ്മൾക്കുണ്ടാകുന്ന ഒരു ആവേശം, ആ ഒരു സന്തോഷം, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് കയ്യടി നേടുന്ന, അംഗീകാരം അർഹിക്കുന്ന, ബഹുമാനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ചില ആരാധക കൂട്ടങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടത്.